ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറാണ്. ഫാദർ എന്ന് പറഞ്ഞാൽ ആളെ ഒരിക്കലും ഒരു ബിസിനസ്സുകാരൻ അല്ല. ഇപ്പം ഞാൻ എൻ്റെ ഫാദറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫാദർ എപ്പോഴും ഒരു ഇന്നോവേറ്റീവ് മൈൻഡ് സെറ്റിലുള്ള ആളാണ്. ഞാൻ എപ്പോഴും കമ്പനീൻ്റെ ടേൺ ഓവർ കൂട്ടണം, ബിസിനസ് കൂട്ടണം, പ്രൊഡക്റ്റ് റേഞ്ച് കൂട്ടണം, ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റ് ആഡ് ചെയ്യണം. ഈ ലൈനിലാണ് ഞാൻ എപ്പോഴും പറഞ്ഞാൽ നമുക്കൊരു 5 year നമ്മൾ 100 crore ടേൺ ഓവർ കമ്പനി ആക്കണമെന്നാണ് ഞാൻ പണി വെക്കുക വരും. ഇപ്പം ആൻ്റെ ഒരാളൊക്കെ 100 crore കൊണ്ട് വന്നതിന് വരും. അത് ഡിഫറൻസ് എന്താ വെച്ചാൽ ഞാൻ ബിസിനസ്സുകാരനാണ്. വിൽക്കണം, സ്കെയിൽ ചെയ്യണം, പ്രോഫിറ്റ് ഉണ്ടാക്കണം, ആ പൈസ കൊണ്ട് എനിക്ക് ഫെറാറി വാങ്ങണം ഒക്കെ, അതാണ് നമ്മളെ ഡ്രീം. ഇപ്പം എൻ്റെ കേസിൽ വരുമ്പം ഇപ്പൊക്കെ പറഞ്ഞാൽ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ, പുതിയ ഇന്നോവേഷൻ, അതായത് ആൾക്കാർ എന്ത് കഴിയൂല എന്ന് പറഞ്ഞ് ഒരു മെഷീൻ കൊണ്ടുവരുന്നു, അത് നന്നാക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ നാഷണൽ അവാർഡ് വിന്നറാണ്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ട് നാഷണൽ അവാർഡ് കിട്ടുന്ന എയർപോർട്ടിൽ ഒരുപാട് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നന്നാക്കി. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ അവിടുത്തെ എയർ റൺവേയിലേക്കുള്ള ഫ്ലൈറ്റിനൊക്കെ വഴി കാണിച്ചു കൊടുക്കുന്ന ലൈറ്റ് ഉണ്ട്. അത് ആക്ച്വലി എയർപോർട്ടുകാരെ കൊണ്ട് നന്നാക്കാൻ കഴിയുന്നില്ല. എന്താ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അവിടെ ചെന്നപ്പെടുന്നത്. ഇപ്പോൾ അത് വളരെ സുഖമായിട്ട് അത് നന്നാക്കി കൊടുത്തു. പോലെ ആകെ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. ഇത് ആക്ച്വലി ടോപ്പ് നോച്ച് ടെക്നീഷ്യന്മാർ കൂട്ടിയിട്ട് കൂടാത്തൊരു സാധനമാണ് നമ്മളെ കർമ്മത്തങ്ങാടിയിലുള്ള സ്രാങ്ക് അസ്രഫാക്ക വന്ന് നന്നാക്കി കൊടുക്കുന്നത്. അപ്പം ഞാനും ഫാദറും നമ്മളൊരു ഓഫ്കോഴ്സ് ഒരു ഫാമിലി ബിസിനസ്സിൽ ഉണ്ടാവുന്ന എല്ലാ കോൺഫ്ലിക്റ്റും ഞങ്ങൾ തമ്മിലുണ്ട്. ഇപ്പം മാർക്കറ്റ് ചെയ്യണം, ബ്രാൻഡ് ചെയ്യണം. ഇപ്പം കുറച്ച് കാലം മുന്നേ വരെ അതൊക്കെ പ്രശ്നങ്ങളായിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് മറ്റൊക്കെ പറയുമ്പോൾ ഇപ്പൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പിന്നെ ഇപ്പൊക്കെ മനസ്സിലായി ഇതിലൊക്കെ കാര്യങ്ങളുണ്ട്, പുതിയ കാലത്ത് ഇതാണ് എന്നുള്ളത് മനസ്സിലായിട്ട് ഇപ്പം മാർക്കറ്റിങ്ങിന് ഇപ്പം എന്നെക്കാട്ടിലും ആവശ്യപ്പാക്കുക. നമുക്ക് ആ വ്ളോഗർ വിളിച്ചാലോ, അല്ലെങ്കിൽ ഈ ഇൻഫ്ലുവൻസറോടൊന്ന് സംസാരിച്ചാലോ, അല്ലെങ്കിൽ നമുക്കൊരു ഗീവ് അവേ ഉണ്ടാക്കിയാലോ, ആൾ ആക്ച്വലി നമ്മളെ വേവ് ലെങ്ത്തിലേക്ക് ആയി. ഇപ്പം ചിലപ്പം എന്നെക്കാളും അഡ്വാൻസ്ഡ് ആണ് ഇപ്പം ഈ മാർക്കറ്റിങ്ങിൻ്റെ ആണെങ്കിലും മറ്റേൻ്റെ കാര്യത്തിൽ. ബേസിക്കലി ഇപ്പോൾ ഇപ്പോഴും ഞാൻ വീണ്ടും പറയുന്നത്, ഇപ്പോൾ ഇപ്പോഴും ഒരു ബിസിനസ്സുകാരനല്ല. ആൾക്കിപ്പോഴും ഇനിയും പുതിയത് എന്തെങ്കിലും ഉണ്ടാക്കണം, അതിനോടാണ് കൂടുതൽ ഇഷ്ടം. എന്നോട് തന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിക്കോ. പക്ഷെ എനിക്ക് എൻ്റേതായ പരിപാടികളുണ്ട്, അത് വിട്ടിട്ട് ഒരു പരിപാടിക്കും ആൾ തയ്യാറല്ല. അതിനിപ്പോൾ ഒരു 100 കോടിൻ്റെ ബിസിനസ് ആണെങ്കിലും അപ്പുറത്തൊരു 2 ലക്ഷം ഉറുപ്പ്യ എൻ്റെ ഉപ്പാക്ക് തല പോക്കാൻ പറ്റിയൊരു സാധനം കിട്ടിയാൽ ആളവിടെ മറ്റേ 100 കോടിൻ്റെ എനിക്ക് എടുത്തു വരും. മൂപ്പർക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ആളെ ട്രിഗർ ചെയ്യണത് അതാണ്.